നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ജർമ്മൻ സയൻറ്റിസ്റ്റാണ് വാൾഡർ നേഴ്സ്റ്റ്. 1889 ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഫോർ ദി സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് നമുക്കറിയാം E0 എന്ന് പറഞ്ഞാൽ എന്താണ്? E0 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. E0 കാണാൻ നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ? E0 സെല്ല് കാണാൻ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് അല്ലേ? E0 സെൽ എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, അത് നമുക്കറിയാം. അതായത് ആനോഡ് എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും കാഥോഡ് റൈറ്റ് ഹാൻഡ് സൈഡുമാണ്. ആണോ? അതെ. അപ്പോൾ ER മൈനസ് EL അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. പക്ഷേ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുക എന്ന് പറയുന്നത് അത് 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ആ സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമുക്ക് E0 ആണുള്ള ഫോർമുലയുള്ളൂ. E0 ഓഫ് സെൽ എന്ന് പറയുന്നത് E0 റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് E0 ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. എന്നാൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണണമെന്നിരിക്കട്ടെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വേണ്ടേ? ആ ഇക്വേഷനാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഒരു റിഡക്ഷൻ റിയാക്ഷനാണ്. റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് Mn+ എന്താവുന്നു? ഒരു മെറ്റലിൻ്റെ അയോണ് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മെറ്റൽ ആറ്റമായി മാറുന്നു. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ എന്താണ്? മെറ്റൽ അയോൺ, മെറ്റലിൻ്റെ N+ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ വേണം? അതാണ് N+. ഇപ്പോൾ 2 ഇലക്ട്രോൺ ചിലപ്പോൾ അബ്സോർബ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. N ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്തായി മാറുന്നു? മെറ്റലായി മാറുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. നേഴ്സ്റ്റ് ഇക്വേഷൻ നമ്മൾ നേഴ്സ്റ്റ് ഇക്വേഷൻ E ഈക്വൽസ് E0 മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗ്, അതാണ് LN, നാച്ചുറൽ ലോഗ് മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മെറ്റൽ അയോൺസ് Mn+. ഇതാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് R? ഇവിടെ R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണല്ലേ. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയാം. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. 298 കെൽവിനാണ് T എന്ന് പറയുന്നത്. ഓക്കെ. F എന്ന് പറയുന്നത് ഫാരഡേയ്സ് കോൺസ്റ്റൻ്റ് ആണ്. 96500 കൂളംബാണ് F എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ N എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോണിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ റിഡക്ഷൻ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതാണ് N എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ കേസും ആയില്ലേ? നേഴ്സ്റ്റ് ഇക്വേഷനിലെ എല്ലാ ടേംസും ആയില്ലേ? E0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 298 കെൽവിൻ, N എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണ് അബ്സോർബ് ചെയ്യുന്നത്, ഈ റിഡക്ഷനിൽ നടക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു. F എന്ന് പറയുന്നത് ഫാരഡേയ്സ് കോൺസ്റ്റൻ്റ് ആണ്, 96,500 കൂളംബാണ്. ഇനി LN എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം എന്നാണ്. ഓക്കെ. M എന്ന് പറയുന്നത് മെറ്റൽ അയോൺ അല്ലേ, മെറ്റൽ അയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ. Mn+ എന്ന് പറഞ്ഞാൽ മെറ്റൽ അയോണിൻ്റെ, ഇത് മെറ്റൽ അയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ പ്യുവർ സോളിഡ് ആൻഡ് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. ഈ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എടുക്കാം, യൂണിറ്റി 1 എടുക്കാം. ഇതിനകത്ത് മോളാർ കോൺസെൻട്രേഷൻ 1 എടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈ LN എന്ന് പറയുന്നത് 2.303 ലോഗാണ്. നാച്ചുറൽ ലോഗിനെ ലോഗാക്കാൻ വേണ്ടി നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത് 2.303 ലോഗാണ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ലോഗ് 1/a എന്ന് പറയുന്നത് ലോഗ് A ഇൻവേഴ്സ് ആണ്. ലോഗ് 1/a എന്ന് പറഞ്ഞാൽ ലോഗ് A ഇൻവേഴ്സ് ആണ്. ഇതിനെ മൈനസ് ലോഗ് എന്ന് എഴുതാം. ഈ രണ്ട് ടേമുകൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത് 2.303 ലോഗാണ്.
ലോഗ് 1/a, ലോഗ് 1/a ഒരു നമ്പർ എടുക്കുമ്പോൾ 1/a എന്ന് എടുത്താൽ ലോഗ് എ ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മൈനസ് ലോഗ് എ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? യെസ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് അത് ചേഞ്ച് വരുത്താം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്കുള്ളത് എന്താണ്? ഇ ഈക്വൽസ് E0 കണ്ടല്ലോ, മൈനസ് ആർ ടി ബൈ എൻ എഫ് എൽ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? എൽ എന്നുള്ളത് ഇവിടെ എന്താണ്? നാച്ചുറൽ ലോഗ് എന്നാണ് കേട്ടോ. ഈ നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 2.303 ലോഗ് എന്ന് എഴുതാം. 2.303 ലോഗ് എന്ന് എഴുതാം. ഈ എം എന്ന് പറയുന്നത് എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ പ്യുവർ മെറ്റൽ ആണെങ്കിൽ എം 1 എടുക്കാന്ന് പറയുന്നത്. അപ്പോൾ 1 ഇനി എം ക്യാപിറ്റൽ എം ആണ്, എം എൻ പ്ലസ് എന്ന് എടുക്കാം. മനസ്സിലായില്ലേ? ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽസ് E0 മൈനസ് ആർ ടി ബൈ എൻ എഫ് 2.303 ലോഗ് 1/a. ഞാൻ ഇപ്പോൾ കുറച്ച് പറഞ്ഞു ലോഗ് 1/a എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ആണ്, അത് എം എൻ ഇൻവേഴ്സ് എന്ന് പറയും. അതായത് മൈനസ് ലോഗ് എന്ന് എടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ലോഗ് 1/mn പ്ലസ് എന്നുള്ളത് നമ്മൾ എന്തെടുക്കാം? മൈനസ് ലോഗ് mn പ്ലസ് എന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പ്ലസ് ആയി പോകും. അപ്പോൾ ഈ ഈക്വൽസ് E0 മൈനസ് ആർ ടി ബൈ എൻ എഫ് 2.303. ഇവിടെ എന്താണ്? ഈ മൈനസ് ഇല്ല, ഇതിനോടൊരു പ്ലസ് ആയി മാറി. ഈ മൈനസ് കൊണ്ട് പ്ലസ് ആയി മാറി. പ്ലസ് ലോഗ് mn പ്ലസ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടി റീഓർഡർ ചെയ്യാം. ഈ ഈക്വൽസ് E0 പ്ലസ് 2.303 ആദ്യം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ആർ ടി ബൈ എൻ എഫ് ലോഗ് mn. ഇങ്ങനെയാണ് എഴുതേണ്ടത്. എൻ മുകളിലാണ് കേട്ടോ. mn പ്ലസ് എന്ന് പറഞ്ഞാൽ mn പ്ലസ് അതിൻ്റെ വാലൻസി ആണല്ലേ, എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്നതാണ് mn പ്ലസ്, ലോഗ് mn പ്ലസ്. ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? ആറിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാമല്ലോ, 8.314 ആണ് ആറിൻ്റെ വാല്യൂ. ഇനി അതുപോലെ ടെമ്പറേച്ചർ 298 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mn പ്ലസ്, അത് mn പ്ലസ് തന്നെ കിടക്കട്ടെ. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500 കൂളംബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഈക്വൽസ് E0 പ്ലസ് ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.059 ബൈ എൻ. എഫ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ലോഗ് mn പ്ലസ് എന്ന് കിട്ടി. ഇങ്ങനെ നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് ഡെറിവേഷൻ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഇത് ബൈഹാർട്ടാക്കേണ്ട ഡെറിവേഷനാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അത് കണ്ടു നോക്കണം. നേഴ്സ് എന്ന് പറയുന്ന വാൾഡർ നേഴ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് നേഴ്സ് ഇക്വേഷൻ ഉണ്ടാക്കിയത്. അതെന്താണ്? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയാണ്. അതെന്തിനാണ് അങ്ങനെ കാണുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 നമുക്ക് ഓൾറെഡി അറിയാം. അത് 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുമാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ ആ 298 കെൽവിനല്ല പ്രഷറൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണണ്ടേ? ആ കാണാനുള്ള ഇക്വേഷനാണ് E=E0 മൈനസ് ആർ ടി ബൈ എൻ എഫ് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് m/mn പ്ലസ് എന്ന് പറയുന്നത്. പ്യുവർ മെറ്റൽ ആയതുകൊണ്ട് എമ്മിന് 1 എന്ന് കൊടുക്കാം. പിന്നെ ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. E=E0 പ്ലസ് 0.059 ബൈ എൻ ലോഗ് mn പ്ലസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആ മെറ്റൽ അയോൺ എന്ന് കിട്ടും. ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തായിട്ട് ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ഓഫ് ദി സെല്ലിൻ്റെ EMF ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. പിന്നെ നെക്സ്റ്റ് ഇക്വേഷൻ കുറച്ചും കൂടി ഈ ഗാൽവാനിക് സെല്ല് വെച്ചിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് 2 ഇലക്ട്രോഡ്സ്, ഇപ്പോൾ ഒരു സെല്ലിലാകുമ്പോൾ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും അല്ലേ? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേക്സ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായില്ലേ? ഇപ്പോൾ ഒരു ഒരെണ്ണത്തിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമുക്കറിയാം. ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കാണാം. ഏതൊരു പ്രഷറിലും ടെമ്പറേച്ചറിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ 2 ഇലക്ട്രോഡുകൾ വെക്കുമ്പോൾ എന്താണ്?
ദി എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷൻ ഓൺ സെൽ പൊട്ടൻഷ്യൽ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്. ഈ നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടി ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ബോത്ത് ദി ഇലക്ട്രോഡ്സ് വിൽ അഫക്റ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. അപ്പോൾ ഈ ഓരോ ഇലക്ട്രോഡിനും ഓരോ സെൽ പൊട്ടൻഷ്യലുണ്ട് അല്ലേ. ആ പൊട്ടൻഷ്യൽ ആ രണ്ട് ഇലക്ട്രോഡുകളെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി ആ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ, അതായത് ആ ഇലക്ട്രോഡ് വെച്ചിരിക്കുന്ന ആ സെല്ലിൻ്റെ ആകെ പൊട്ടൻഷ്യലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ദി എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓൺ സെൽ പൊട്ടൻഷ്യൽ, ആ സെൽ പൊട്ടൻഷ്യലിനെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നേഴ്സ്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമുക്കൊരു ഫോർമുലയിലോട്ട് അത് എത്തിക്കാൻ കഴിയും. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെല്ല്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് അല്ലേ, കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡാണെന്ന് അറിയാം. കാഥോഡ് എപ്പോഴും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വെക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് എന്ന് പറയാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയാം. എന്ത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ E0 ഓഫ് സെൽ എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറയാലോ. യെസ്, അപ്പോൾ നമുക്കൊരു ഡാനിയൽ സെല്ല് നമ്മൾ എടുക്കാം. ഡാനിയൽ സെൽ എടുക്കുകയാണ്. ഡാനിയൽ സെൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടല്ലോ. ഡാനിയൽ സെൽ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത് ഇസഡൻ അല്ലേ. ഇസഡൻ എന്ന് പറയുന്നത് എന്താണ്, ആനോഡ് അല്ലേ. ഇസഡൻ അല്ലേ, ഇസഡൻ 2+ അയോൺ ആയി മാറുകയാണ് അവിടെ അല്ലേ. അക്വസ് രണ്ട് ഇലക്ട്രോഡിനെ ആനോഡിന് വിട്ടുകൊടുത്തിട്ട് ഇസഡൻ 2+ ആയി മാറുകയാണ് അവിടെ. എന്താണ് അടുത്ത് കാഥോഡുണ്ടല്ലേ, കാഥോഡില്ലേ. കാഥോഡ് എന്താണ്, കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്, മറ്റേ സിങ്കാണ്. സിങ്കിന് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പഠിച്ചതല്ലേ ഇത് മനസ്സിലല്ലേ. 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് സിങ്ക് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എന്താണ്, ഇപ്പോൾ ഇത് കാഥോഡാണോ ആനോഡാണോ? ഇത് ആനോഡിൽ സംഭവിച്ചതാണല്ലേ. യെസ്, ഇനി നമുക്ക് കാഥോഡിൽ എന്ത് സംഭവിക്കാം. കാഥോഡിൻ്റെ നമുക്ക് എന്തെന്ന് പറയാം, കോപ്പർ 2+ അക്വസ് കോപ്പറായി മാറുന്നു. 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായി മാറുന്നു. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ ആയി മാറുന്നു. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ്. അതായത് E0 ഓഫ് സെൽ എന്ന് പറയുന്നത് ER മൈനസ് EL ആണെന്ന് നമുക്കറിയാം. അതായത് E0 ഓഫ് സെൽ എന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയാം ഈ ആർ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, കോപ്പർ 2+ കോപ്പറായി മാറുകയാണ് അല്ലേ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, സിങ്ക് 2+ ആവുകയാണ്. സിങ്ക് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിന് ആ ഇലക്ട്രോണിലോട്ട് വിട്ടുകൊടുത്തിട്ട് സിങ്ക് 2+ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ റിയാക്ഷൻ എഴുതാം. അപ്പോൾ 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നേഴ്സ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകാം. അപ്ലൈയിങ് നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നേഴ്സ്റ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകാം റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, CU 2+ CU അല്ലേ. അവിടെ കോപ്പർ 2+ അയോൺസ് കോപ്പർ ആറ്റം ആവുകയാണ് അല്ലേ, 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കോപ്പർ 2+ൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്ലസ് 0.0591 ഇവിടെ കോപ്പർ എത്ര ഇലക്ട്രോൺ 2+ എന്നല്ലേ. അപ്പോൾ 2 ഇലക്ട്രോണിനാണ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് കോപ്പർ ആറ്റം ആയി മാറുന്നത്. അപ്പോൾ നമ്പർ N എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്സെപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഇലക്ട്രോൺ ആ റിയാക്ഷനിൽ ഇൻവോൾവ്മെൻറ്റ് എത്ര ഇലക്ട്രോണിൻ്റെ ആണ്, 2 ഇലക്ട്രോണിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ 2 log Mn+ എന്ന് പറയുമ്പോൾ കോപ്പർ 2+. നേഴ്സ്റ്റ് ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്തതാണ് അല്ലേ. ഇവിടെ N എന്ന് പറയുന്നത് ഇലക്ട്രോഡ് 2 ഇലക്ട്രോണിനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്ഷനിൽ 2 ഇലക്ട്രോണിലെ ഇൻവോൾവ്മെൻ്റ് ആണ് 2 എന്ന് എഴുതിയത്. Mn+ എന്ന് പറയുന്നത് ഇവിടെ കോപ്പർ ആയതുകൊണ്ട് കോപ്പർ 2+. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പറഞ്ഞു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ലെഫ്റ്റ്
ഹാൻഡ് സൈഡ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവിടെ എന്താണ്? സിങ്ക് അല്ലേ അവിടെ, അല്ലേ? അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അവിടെയാണ് സിങ്ക്. 2+ ആവുകയാണല്ലേ സിങ്ക്. ഈക്വൽസ് ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് 0.059 ഡിവൈഡ് ബൈ, അവിടെയും 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ്മെൻറ്റ്, ലോഗ് Zn2+. അവിടെ Zn2+ ആണ്. ഇത് തേർഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, E0 ഓഫ് സെൽ എന്നുള്ളത്, E0 ഓഫ് സെൽ, ഇ ഓഫ് സെൽ എന്ന് പറയും, ഇ ഓഫ് സെൽ എന്ന് പറയാം അല്ലേ. E0 ഓഫ് സെൽ അല്ല, ഇ ഓഫ് സെൽ. ഇ ഓഫ് സെൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെല്ല് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എന്ത്, ഏത് ഹാൻഡ് സൈഡാണ്? റൈറ്റ് ഹാൻഡ് സൈഡാണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണോ? ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് നമുക്ക് എഴുതാം. ഇത് E0 Cu2+, Cu+ 0.059/2 log Cu2+, ഇത് മൈനസ് ഇത് അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദാറ്റ് ഈസ് E0 Zn2+ divided by Zn plus 0.059/2 log Zn2+. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട E0 Cu2+, Cu ഉണ്ട്, ഇവിടെ E0 Zn2+, Zn ഉണ്ട്, അത് മൈനസ് ചെയ്യാം. E0 Cu2+, Cu മൈനസ് E0 Zn2+, Zn. ഓക്കെ, പ്ലസ് ഇത് കോമൺ ഫാക്ടർ എടുക്കാം, 0.059/2. ഇവിടെയും ഉണ്ട്, കോമൺ ഫാക്ടർ എടുക്കാം, 0.0591/2. ഇനി ലോഗ് Cu2+, അല്ലേ, Cu2+ന്ന് എന്ത് ചെയ്യണം? മൈനസ് ലോഗ് Zn2+. അങ്ങനെയല്ലേ മൈനസ് ചെയ്യുക? ഇത് ഫുൾ മൈനസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് മൈനസ് ഇതെന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ബാക്കി 2 മൈനസ് ചെയ്യാണ്. കോമൺ ഫാക്ടർ 0.059/2 കോമൺ ഫാക്ടർ എടുത്തു. എന്നിട്ട് ലോഗ് Cu2+ മൈനസ് ലോഗ് Zn. ലോഗിലൊരു ലോ ഉണ്ട്, എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽസ് ലോഗ് a/b ആണ്. അപ്പം ആ ഫോമിൽ നമുക്ക് എഴുതണം. അപ്പോൾ ലോഗ് എ, ഒരു പേപ്പർ തീർന്ന് ഞാനൊരു പേപ്പർ കൂടി എടുക്കട്ടെ, കണ്ടിന്യൂറ്റി പോകരുതല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഈ ക്യാമറയിൽ ഈ പേപ്പർ കൃത്യം വരുത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം. ഈ സെൽ അല്ലേ, ഈ സെൽ ഈക്വൽസ് ഇവിടെ ഇങ്ങനെ തന്നെ E0 Cu2+ Zu മൈനസ് E0 Zn 2+ Zn അല്ലേ, പ്ലസ് 0.059/2. പിന്നെന്താണ്? ലോഗ് a/b, അതായത് Cu2+ ബൈ Zn2+. ഇങ്ങനെ എഴുതാം. ഇനി ഇതെന്താണ്? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ E0 Cu2+ ബൈ Cu മൈനസ് E0 Zn2+ Zn എന്ന് പറയുന്നത് എന്താണ്? ഇത് E0 ഓഫ് സെല്ലാണല്ലേ, ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെല്ലാണ്. 0.0591/2 ലോഗ് Cu2+ ബൈ Zn2+. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അറ്റ് 298 കെൽവിന് എഴുതാം. അപ്പം ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെല്ല്, ഗാൽവാനിക് സെല്ലിൻ്റെ അല്ലേ. E0 സെൽ മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ പ്ലസ് 0.059/2 ലോഗ് Cu2+ ബൈ Zn2+ അറ്റ് 298 കെൽവിൻ. നമുക്ക് ഈ നേഴ്സ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ അത് തന്നെ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ അത് തന്നെ, പ്ലസ് 0.059/2 അതും അത് തന്നെ. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ജനറൽ ഇക്വേഷൻ ഞാൻ എഴുതാം. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് എ പ്ലസ് ബി മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ബി ഗീവ് സി മോൾസ് ഓഫ് പ്രൊഡക്റ്റ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തെന്നാണ് എഴുതുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അല്ലേ, എ റൈസ് ടു എ ബി റൈസ് ടു ബി ബൈ സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ആണെന്ന് എഴുതാം. ഇതാണ് ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി ആണല്ലേ ഇത്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്തെന്ന് പറഞ്ഞ് എഴുതാം? ഇതിനെ കെ സി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ E0 ഓഫ് സെൽ എന്ന് പറയുന്നത് E0 സെൽ പ്ലസ് 0.0591/2 ലോഗ് കെ സി എന്ന് എഴുതാം. ലോഗ് കെ സി എന്ന് എഴുതാം. കെ സി എന്ന് പറയുന്നത് ഇതാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡെറിവേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട ഒരു ഡെറിവേഷനാണ്. ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു ഡെറിവേഷനാണ്, ഓർത്തിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഗിബ്സ് എനർജിയെ കുറിച്ചാണ് പഠിക്കാണ്. ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ. ഇതാണ് ഗിബ്സ് എനർജി. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് മനസ്സിലായല്ലോ, ഡാനിയൽ സെല്ലൊക്കെ അല്ലേ. ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വർക്ക് 1 സെക്കൻഡിൽ ചെയ്യുന്ന ഇലക്ട്രിക് വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ചാർജ് പാസ്ഡ്. ഈ ടോട്ടൽ ചാർജ് എത്രയാണോ പാസ് ചെയ്യുന്നത് അതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇലക്ട്രിക് വർക്ക് ഡൺ ഈച്ച് സെക്കൻഡ് കിട്ടും. 1 സെക്കൻഡിൽ ചെയ്യുന്ന ഇലക്ട്രിക് വർക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ചാർജ് പാസ് ചെയ്തോ അതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടു ഗെറ്റ് മാക്സിമം വർക്ക് ഫ്രം എ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെല്ലിൽ നിന്ന് മാക്സിമം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ, ടോട്ടൽ ചാർജ് പാസ് ചെയ്യുന്ന കൂടിയാൽ മതിയല്ലോ. ടു ഗെറ്റ് മാക്സിമം വർക്ക് ഫ്രം എ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെല്ലിൽ നിന്ന് മാക്സിമം വർക്ക് കിട്ടണമെങ്കിൽ, ഇലക്ട്രിക് വർക്ക്, ആ ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ, അതാണ് വർക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ, ഇലക്ട്രിക് വർക്ക് കിട്ടണമെങ്കിൽ ദി ചാർജ് ഹാസ് ടു ബി പാസ്ഡ് റിവേഴ്സിബിളി. ചാർജ് നമ്മൾ റിവേഴ്സായിട്ട് പാസ് ചെയ്യണം. ദസ് ദി ഫ്രീ എനർജി ചേഞ്ച്. അപ്പോൾ റിവേഴ്സായിട്ട് ഈ ചാർജ് പാസ് ചെയ്യുമ്പോൾ ഫ്രീ എനർജി ചേഞ്ച് ഉണ്ട്. അതാണ് ഡെൽറ്റ ആർ ജി എന്ന് പറയുന്നത്. ഓഫ് ദി സെൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദി സെൽ പൊട്ടൻഷ്യലി. സെൽ പൊട്ടൻഷ്യലുമായിട്ടാണ് ഇതിന് റിലേഷൻ. ഇലക്ട്രിക് വർക്ക് എന്ന് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ ഇൻറ്റു ടോട്ടൽ ചാർജ് ആണല്ലേ. ചാർജ് പാസ് ചെയ്യുന്ന ചാർജിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ടോട്ടൽ ചാർജ് പാസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? NF ആണല്ലേ. എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലേ. NF എന്ന് പറയാം. മൈനസ് ഓഫ് ഡെൽറ്റ ആർ ജി എന്ന് പറയുന്നത് NF എന്ന് പറയാം. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലേ. F എന്ന് പറയുന്നത് ഫാരഡേയ്സ് കോൺസ്റ്റൻറ്റ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ, ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ മൈനസ് ഡെൽറ്റ ആർ ജി എന്ന് പറയുന്നത് എന്താണ്? NFe E0 ആണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ബട്ട് വി നോ ദാറ്റ് E0 ഈക്വൽസ് 2.303 അല്ലേ. RT ബൈ NF ലോഗ് ഓർമ്മയുണ്ടല്ലോ, KC ആണല്ലോ. അപ്പോൾ ഇതിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് പറയാം? മൈനസ് ഡെൽറ്റ ആർ G0 എന്ന് പറയുന്നത് 3.303 RT ലോഗ് KC ആണ്. വൈ NFe എന്ന് പറയുന്നത് ഈ NFും ഈ NFും കട്ട് ചെയ്ത് പോകും അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഇടേണ്ടത് ബാക്കി 2.303 RT ലോഗ്
കെ സി. കെ സി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈനസ് ഇങ്ങോട്ട് മാറ്റാം. ഡെൽറ്റ ആർ G0 എന്ന് പറയുന്നത് -2.303 RT ലോഗ് കെ സി എന്ന് പറയുന്നതാണ് ഗിബ്സ് എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച 2 ലേസ്റ്റ് ഇക്വേഷനും ഇനി ഗിബ്സ് എനർജിയും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ ശരിക്കും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ ഒരു പാടുമില്ല. പേപ്പറിലോട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ.